അബൌട്ട് സൺ ആൻഡ് ചൂട് അല്ലേ? ഭയങ്കര വെയിലായിരുന്നു രാവിലെ തന്നെ. തൃശ്ശയുടെ അനിയത്തി ഈ വർഷം പ്രീ എഴുതുന്നുണ്ട്. രാവിലെ തന്നെ വീട്ടിലെത്തി താമര പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സമ്മറാണ്, വീട്ടിലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കണ്ട. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ ബൈ പറയണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് വിഷ്കെയറിൻ്റെ നയാസിനമൈഡ് ആയിട്ടുള്ള ഈ ഓയിൽ ബാലൻസിങ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നോട്ട് എ പ്രൊമോഷൻ വീഡിയോ, ഞാൻ ഇതിൻ്റെ 3 ബോട്ടിൽസ് തന്നെ ഇപ്പം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര അടിപൊളിയാണ്. ലിക്വിഡ് ബേസിസിലാണ് വരുന്നത്. തിക്നെസ് ഒന്നുമില്ല, പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന വ്ളോഗ് ആക്ച്വലി ഒരു സമ്മർ വെക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വ്ളോഗാണ്. നിങ്ങളിപ്പം വെക്കേഷൻ മോഡിലാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു വൺ തിങ്, ദാറ്റ് സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അത് നല്ലതല്ല. ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ള ആളായി പറയുന്നത് ഞാൻ. നല്ലപോലെ സ്ക്രീൻ ടൈം പക്ഷെ അസേ ചേച്ചി എന്നുള്ളതിൽ നിങ്ങൾ അഡ്വൈസ് ചെയ്യാണ്, യുനോ സ്ക്രീൻ ടൈം കുറയ്ക്കാം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജേർണലിങ് ചെയ്യാൻ പറ്റും, ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ക്രാഫ്റ്റ് ഒരു നല്ല ഐഡിയ ആണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത്? ബുക്ക് വായിക്കാൻ പറ്റും. ഇതൊന്നും ഈസി അല്ല, പക്ഷെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ 2 കസിൻ ഉണ്ട്, അമിതയും വൈകിയും. ഒരാൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ ബുക്ക് വായിക്കും. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പാതിരാത്രിയിലൊക്കെ ഞാൻ കാണാറുണ്ട് ഓൺലൈനിൽ. പക്ഷെ ഞാനൊന്നും പറയാറില്ല. ഞാൻ അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ജീൻസാണ് കിട്ടാനൊക്കെ. എനിവേസ് കേസ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ജേർണലിങ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഡയറി ഒക്കെ ഇഷ്ടംപോലെ എഴുതുന്ന ഒരാളാണ്, എപ്പോഴും ഡയറി എഴുതുന്ന ഒരാളാണ്. പക്ഷെ ജേർണലിങ് അങ്ങനെ ചെയ്യാറേ ഇല്ല. പക്ഷെ നമുക്ക് ഇന്ന് ജേർണലിങ് ചെയ്യാം വിത്ത് തൃഷയുടെ കൂടെ. വാഴയുടെ ഒരു ജേർണലിങ് ചെയ്യാം. വാഴ മൂവി കാണാൻ പോയ ജേർണലിങ് എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് ഫോണിൽ നോക്കാം, പിൻട്രസ്റ്റിൽ നമുക്ക് നോക്കാം ജേർണലിങ്. എന്നിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ജേർണലിങ് ഐഡിയാസ് നോക്കിയിട്ട് നോക്കാം. ഫുൾ ഇഷ്ടം എനിക്ക്. ഓ വാവ്, സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കൊള്ളാലോ, ഇത് ചെയ്താലോ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. സമ്മറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ബിക്കോസ് അത് നിങ്ങളുടെ ബോഡിക്ക് ഭയങ്കര അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ടയേർഡ് ആവും. സോ എല്ലാവരും നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കണം. സോ ഇനി നമുക്ക് നമ്മുടെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓയിൽ പെയിൻറ്റും നമ്മൾ കുറേ സാധനങ്ങൾക്ക് പെൻസിൽ ക്രയോൺസും അല്ലാത്ത കുറേ ഗ്ലിറ്റർ പെന്നും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ എല്ലാത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിനിമലായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ജേർണലിങ് ചെയ്യാവുന്നതാണ്. ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേസ് ഒരു പാട്ടൊക്കെ ഇട്ട് നമുക്ക് പറ്റുന്ന പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. വെള്ളം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നല്ല നല്ല ഫ്രൂട്ട്സ്, അതായത് വാട്ടറി കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കണം. നല്ല അടിപൊളി പേരയ്ക്കായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ നല്ല വെയിലൊക്കെ കുറഞ്ഞ് കുറച്ച് തണുപ്പൊക്കെ വരാൻ തുടങ്ങി. എന്തൊരു ആശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ കാണുക ഒരു സ്കൈൻ്റെ അവസ്ഥ, ഒരു കൈൻഡ് ഓഫ് ഗോൾഡൻ അവർ. സത്യം എനിക്ക് സ്കൈ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ജിം എത്തുന്നതിന് മുന്നേ ഞാനൊരു പ്രിൻ്റ് ഔട്ട് കടയിൽ കയറി ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തു. നമുക്കിന്ന് ആപ്സ് ആൻഡ് കാർഡിയോ ആണ് ജിമ്മിൽ. പിന്നെ ആപ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാർഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഒരു റീലൊക്കെ കണ്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ ഇട്ട് കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, സ്ട്രെസ്ലെസ് ആയിട്ട്. അടിപൊളിയാണ്. ഇത് വെരി നെക്സ്റ്റ് ഡേ ആണ്. നമുക്ക് ഇന്ന് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചെങ്കിൽ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിൻ്റെ ഒരു അസൈൻമെൻറ്റ് നമ്മൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം. സോ അത് ഇങ്ങനെ ഇരുന്ന് എഴുതുകയാണ്. ഞാൻ 6 സബ്ജക്റ്റ് ബുക്കാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമല്ലേ. ഹൈലൈറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കൂടും. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്കി വെച്ചിരുന്ന ജേർണലിംഗ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് ഇന്നലെ വരച്ച പടത്തിനൊക്കെ കുറച്ച് സ്കെച്ചസൊക്കെ കൊടുത്ത് ഒരു ഗ്ലിറ്റർ പെന്നൊക്കെ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു. ഫൈനൽ ലുക്ക് ഇതായിരുന്നു. എനിക്ക് നല്ല പ്രൊഫഷണലി ചെയ്യാനൊന്നും അറിയില്ല, ബട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കഴിഞ്ഞ ഡേ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന്. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം, അതായത് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. ടു ബി ഓണസ്റ്റ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാകും എന്ന് എനിക്കറിയില്ല. ഓ, അവൻ്റെ അകം കാണാൻ നല്ല ഭംഗിയില്ല. ഇത് പൊളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തിലെ കുരുക്കളൊക്കെ കളയണം എന്നൊക്കെയാണ് എൻ്റെ ഒരു നോളജ്. അറിയില്ല എനിക്കതിനെ പറ്റിയിട്ട്. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുകയും കൂടെ ചെയ്യാം നമുക്ക്. എനിവേസ് കുരുവൊക്കെ ഏകദേശം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. പിന്നെ വൈറ്റ് കുരു ഞാൻ ഇങ്ങനെ കളയുന്നില്ല. ഇങ്ങനൊരു സ്പൂൺ വെച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊരു ഈ ഗ്ലാസ് നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല രസമാണ്. ആൻഡ് ഐസൊക്കെ എടുത്തു. ഐസിൻ്റെ ഈ ട്രേ ഞാൻ പല വീഡിയോസിലും കഴിഞ്ഞ വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ക്യൂട്ടി
കുട്ടി ട്രേ ആണ്. അതായത് ഇതിനകത്തിൽ ഐസ് ഇരിക്കുന്ന ഭയങ്കര റൗണ്ട് ഷേപ്പിലാണ്. നമുക്ക് ഭയങ്കര ഡെക്കറേറ്റീവായിട്ടൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ആൻഡ് നമ്മൾ സ്പ്രൈറ്റ് വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു ലെമൺ കൂടി എടുത്ത് ചെറിയ രീതിക്കൊന്ന് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ ഇതെങ്ങനെ ആകും എന്ന്. എനിവേയ്സ് നമുക്ക് സ്പ്രൈറ്റ് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസില്ലേ അതിങ്ങനെ അരിച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെയൊക്കെയാണ് കണ്ടത്. എനിവേയ്സ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ സ്പ്രൈറ്റ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വാവ് ആയിട്ടൊരു ജ്യൂസ് കിട്ടും. സത്യം പറഞ്ഞാൽ കുടിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിരുന്നു സത്യമായിട്ടും. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചതുമല്ല, ദേ മഴ എത്തി. നല്ല രസമില്ലേ കാണാൻ. എനിക്കിത് ഈ പോഷൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടിരിക്കാൻ. ഈ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ അപ്പോൾ എനിക്ക് ട്രിപ്പ് പോകാൻ തോന്നും, നല്ല കോടയൊക്കെ ഉള്ള സ്ഥലത്ത്. എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.